സംസ്ഥാനത്തെ 3 കോടതികളിൽ ബോംബ് ഭീഷണി. കാസർഗോഡ്, ഇടുക്കി, പത്തനംതിട്ട ജില്ലാ കോടതികളിലും മഞ്ചേരി കോടതിയിലുമാണ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ബോംബ് ഭീഷണി. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. കോടതി ഇരിക്കാത്ത സാഹചര്യം വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ സംശയം തോന്നിയപ്പോഴും പോലീസുകാർ ഡോഗ് സ്ക്വാഡുമായിട്ട് വരാന്തയിലൊക്കെ വരുന്നത് കണ്ടിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ബോംബ് ത്രെട്ട് കോടതിക്കുണ്ട്. പിന്നെ വിശദമായ പോലീസ് പരിശോധന നടത്തി. ഇപ്പം എല്ലാ കോർട്ട് ഹാളിലും അതുപോലെ ഓഫീസ് റൂം, കോടതി ബിൽഡിംഗ് മുഴുവൻ ഡോഗ് സ്ക്വാഡ് പരിശോധിച്ചു, പോലീസുകാർ പരിശോധിച്ചു. ഇപ്പം ബോംബൊന്നും ഇല്ലാന്നാണ് അവർ മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി KV ബൈജു, PS സാഗർ, VK ജിഷാദ്, ശശിനാരായണൻ എന്നിവർ ചേരുന്നു വിവിധ ബ്യൂറോകളിൽ നിന്ന്. ബൈജു, എത്രത്തോളം ഗൗരവമുള്ളതായിട്ടാണ് ഈ ഭീഷണിയെ കാണുന്നത്? ഇത് ഒരേ സ്ഥലത്തു നിന്ന് തന്നെ വന്നതാണോ? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അതെ ശ്രീജ, ഇത് വളരെ ഗൗരവമുള്ള ഒരു സംഭവം തന്നെയാണ്. വലിയ പരിഭ്രാന്തിയാണ് ഇത് സൃഷ്ടിച്ചതെന്ന് പറയേണ്ടി വരും. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പേരിൽ പുലർച്ചെ 3:25 കൂടിയാണ് ഇത്തരത്തിലൊരു മെയിൽ വരുന്നത്. അതായത് RDX ഉൾപ്പെടെയുള്ള മനുഷ്യ ചാവേർ ഈ കോടതിക്കകത്തുണ്ട്. കൃത്യം 1:30 അത് പൊട്ടിത്തെറിക്കും എന്നായിരുന്നു ഈ സന്ദേശമുള്ളത്. ഇതിൽ പ്രധാനമായും തമിഴ്നാടുമായി പരാമർശിക്കുന്ന ചില വിഷയങ്ങളാണ്. തമിഴ്നാട്ടിലെ പോലീസിനെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ചില രാഷ്ട്രീയ പാർട്ടികളെയും പരാമർശിച്ചുകൊണ്ട് നീണ്ട ഒരു സന്ദേശമാണ് ഇതിൽ വന്നതെന്നാണ് പറയേണ്ടത്. അതും മലയാളത്തിലാണ് ഇത്തരത്തിലൊരു ഇമെയിൽ വന്നത്. ഇതോടുകൂടി വലിയ തോതിൽ പോലീസ് എത്തുകയും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി കോടതി മുഴുവൻ പരിശോധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും 12 മണിയോടുകൂടി ഇതൊരു വ്യാജ ഭീഷണിയാണെന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നു. പിന്നീട് ഇപ്പോൾ കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 12:30 കോടതി നടപടികൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കോടതി പരിസരം മുഴുവൻ പോലീസുണ്ട്. പോലീസ് പരിശോധന നടത്തിയതിനു ശേഷം മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തിയതിനു ശേഷമാണ് അഭിഭാഷകർ ഉൾപ്പെടെ ഇപ്പോൾ കോടതിക്ക് അകത്ത് കയറ്റുന്നത്. ഏതായാലും വലിയ പരിഭ്രാന്തിക്കും അതുപോലെ തന്നെ ആശങ്കയ്ക്കും ഇടയാക്കിയെന്ന് പറയേണ്ടി വരും. ഇതിൽ പ്രധാനമായും ഇവർ പറയുന്നത് തമിഴ്നാട്ടിലെ വിഷയം തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തെ ഒരു വിഷയമല്ല. അങ്ങനെ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട്. 2 പേർ ചാവേറായി ഇതിനകത്തുണ്ട്, കോടതിക്കകത്തുണ്ട്. അവർ 1:30 പൊട്ടിത്തെറിക്കും. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പുറത്തു നിന്നും ഈ ബോംബ് പൊട്ടിക്കും എന്നാണ് ഈ മെയിലിലുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഇമെയിൽ സന്ദേശത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഗൗരവമായി പോലീസ് ഇതെടുത്തു. പോലീസ് വലിയ തോതിൽ പരിശോധന നടത്തി. പക്ഷേ ഇത് വ്യാജ ഭീഷണിയാണെന്ന് ഒടുവിൽ കണ്ടെത്തി. ഇപ്പോൾ കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും 1:30 കൂടി ബോംബ് പൊട്ടുമെന്നായിരുന്നു ഇതിൽ സന്ദേശം ഉണ്ടായിരുന്നെങ്കിലും കോടതി നടപടികൾ ഇപ്പോൾ ആരംഭിച്ച സ്ഥിതിക്ക് ഇതൊരു വ്യാജ സന്ദേശമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇതാരാണ് ഇത്തരത്തിലൊരു മെയിൽ അയച്ചത്, അത്തരം പരിശോധനകൾ നടത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അത്തരം അന്വേഷണത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിട്ടുണ്ട്. ശ്രീജ, ശരി. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. PS സാഗർ ചേർന്നു ഇടുക്കിയിൽ നിന്ന്. സാഗർ, അവിടെ എന്തായിരുന്നു സാഹചര്യം? ഇത് വളരെ ഗൗരവമുള്ള ഒരു ഭീഷണിയായിട്ട് തന്നെയാണോ അധികൃതർ ആദ്യഘട്ടം മുതലേ കണ്ടത്? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? ശ്രീജ, ഈ കാസർഗോഡ് കോടതിയിൽ ഉള്ള പോലെ തന്നെയാണ് തൊടുപുഴയിലുള്ള മുട്ടം ജില്ലാ കോടതിയിലും ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം എത്തിയത്. മുട്ടം ജില്ലാ സെഷൻസ് കോടതിയിലായിരുന്നു ബോംബ് ഭീഷണിയെ തുടർന്ന് ഇന്ന് രാവിലെ മുതൽ കനത്ത ജാഗ്രതയിലായിരുന്നത്. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പേരിൽ ഇമെയിൽ വഴിയാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം കോടതിയിലേക്ക് ലഭിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 കോടതി സമുച്ചയത്തിൽ സ്ഫോടനം നടക്കുമെന്നായിരുന്നു സന്ദേശം. ഈ മുഹമ്മദ് അസ്ലം വിക്രം എന്ന പേരിൽ ആണ് ഇത്തരത്തിലൊരു മെയിൽ ലഭിച്ചത്. ഇതിൽ 3 RDX അടങ്ങിയ മനുഷ്യ ചാവേറിനെ സ്ഫോടനത്തിനായി നിയോഗിച്ചിട്ടുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഒന്നുകിൽ ബോംബ് സ്ഫോടനം നടത്തും, അല്ലെങ്കിൽ കോടതിക്കുള്ളിൽ ചാവേറായി പൊട്ടിത്തെറിക്കും. ഇത് റിമോട്ട് കൺട്രോൾ വഴി ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന ഒരു ബോംബാണ് ഇത്തരത്തിൽ സ്ഥാപിച്ചത് എന്നായിരുന്നു ഈ മെയിലിൽ ലഭിച്ച ഭീഷണി സന്ദേശം. ഈ ഭീഷണിയെ തുടർന്ന് കോടതി നടപടികൾ നിർത്തിവെക്കുകയും ജീവനക്കാരെയും അഭിഭാഷകരെയും ഉൾപ്പെടെ ഈ കോടതി കെട്ടിടത്തിൽ നിന്ന് അടിയന്തരമായി ഒഴിപ്പിക്കുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ തൊടുപുഴ, മുട്ടം, കാഞ്ഞാർ തുടങ്ങിയ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘവും കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി വരികയാണ്. അഗ്നിരക്ഷാ സേനയുടെ 2 യൂണിറ്റും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിലവിൽ കോടതിയിൽ നിന്ന് എല്ലാ ജീവനക്കാരെയും ഉൾപ്പെടെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യാജ സന്ദേശമാണെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ മെയിൽ അയച്ചവർ ആര്, അവരുടെ ഉദ്ദേശം എന്ത് എന്നുള്ള
കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. നിലവിൽ പരിശോധന നടക്കുകയാണ്. കോടതി നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30 ശേഷം മാത്രമേ ഇനി കോടതി കൂടുകയുള്ളൂ എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇമെയിൽ വഴി എത്തിയ ഈ ഭീഷണി സന്ദേശത്തെ തുടർന്ന് കനത്ത ജാഗ്രതയിൽ തന്നെയാണ് കോടതിയും പരിസരത്തുള്ളവരുമെല്ലാം. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പേരിലായിരുന്നു ഇത്തരത്തിലൊരു സന്ദേശം എത്തിയത്. എന്തായാലും പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീജ. ശരി, ജിഷാദ് ഉണ്ട് വിവരങ്ങളുമായി. ജിഷാദ്, മഞ്ചേരി കോടതിയിലും സമാനമായ ഭീഷണി തന്നെയാണോ കിട്ടിയത്? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഷിജ, മഞ്ചേരി ജില്ലാ കോടതി സമീപത്തിലാണ് 2 ഇടങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശം ലഭിച്ചത്. രാവിലെ 10:30യോടെയായിരുന്നു ഈ സന്ദേശം ലഭിച്ചത്. തുടർന്ന് ജീവനക്കാർ SPയെ വിവരം അറിയിക്കുകയായിരുന്നു. ബോംബ് സ്ക്വാഡും സുരക്ഷാ സേനയും നടത്തിയ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. തമിഴ്നാട് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ ഐഡിൽ നിന്നാണ് മെയിൽ വന്നതെന്നും പകൽ 1-നും 2-നും ഇടയിൽ 2 മനുഷ്യ ബോംബുകൾ കോടതിയിൽ പൊട്ടിത്തെറിക്കുമെന്നാണ് ഭീഷണിയിൽ പറയുന്നത്. എന്തായാലും കോടതി നടപടികൾ എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. 1-നും 2-നും ഇടയിലാണ് ഈ സംഭവം നടക്കുക എന്നും ഈ ഭീഷണിയിൽ പറയുന്നു. അതായത് ബോംബ് സ്ക്വാഡ്, അതുപോലെ തന്നെ പോലീസ്, സുരക്ഷാ സേനകളെല്ലാം ഈ മഞ്ചേരി കോടതിയിൽ ഉണ്ട്. ഇപ്പോഴും എവിടുന്ന ഈ മെയിലിന്റെ യഥാർത്ഥ ഉറവിടം എവിടുന്നാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷവും സംസ്ഥാനത്തിന്റെ വിവിധ സർക്കാർ ഓഫീസിലേക്കും വിമാനത്താവളത്തിലും ഇതുപോലെ തന്നെ മെയിൽ വ്യാജ സന്ദേശം ലഭിച്ചിരുന്നു. ശ്രീജ. ശരി, പത്തനംതിട്ടയിലെ വിവരങ്ങൾ ശശിനാരായണൻ നൽകും. ശശി, പത്തനംതിട്ടയിൽ ഇങ്ങനെയൊരു ഭീഷണി സന്ദേശം ലഭിച്ചിട്ട് എന്തായിരുന്നു സാഹചര്യം? തിരക്കുള്ള സമയമായിരുന്നു. ആ സമയത്ത് എങ്ങനെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ? സുജ, അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു മെസ്സേജ് സന്ദേശം ലഭിച്ചത്. എന്തായാലും കോടതിയിൽ ബോംബ് വെച്ചിട്ടുള്ള സന്ദേശമാണ് ജഡ്ജിക്ക് ലഭിച്ചത്. അതിന് പ്രകാരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പോലീസും അതുകൊണ്ട് ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1:30 പൊട്ടുമെന്നാണ് ഈ മെയിൽ സന്ദേശത്തിൽ ഉള്ളത്. എന്തായാലും വ്യാജ സന്ദേശം എന്നുള്ളത് ഒരു കാര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ നേരത്തെയും ഇതുപോലെ തന്നെ പത്തനംതിട്ട കളക്ടറേറ്റിലും പോലീസ് സ്റ്റേഷനും ബോംബ് ഭീഷണി വന്നിരുന്നു. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഉണ്ടായിരുന്നു. എന്തായാലും പരിശോധന പോലീസും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് അടക്കം ഇപ്പോൾ കോടതിയിൽ പരിശോധന നടത്തുകയാണ്. ജീവനക്കാരെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. വക്കീലും മറ്റുള്ള ആളുകളും പുറത്താണ്. ജീവനക്കാരും കോടതിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ബാക്കിയുള്ള അവിടെ വന്നിട്ടുള്ള ആളുകളെല്ലാം കോടതിക്ക് വെളിയിലാണ് നിൽക്കുന്നത്. എന്തായാലും പരിശോധന നടത്തുന്നത് ഒരു വ്യാജ സന്ദേശമാണെന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ. പക്ഷേ 1:30 പൊട്ടുമെന്നുള്ളൊരു ഭീഷണി കൂടി ഈ സന്ദേശത്തിലുണ്ട്. എന്തായാലും പോലീസും ഡോഗ് സ്ക്വാഡും അടക്കമുള്ള ബോംബ് സ്ക്വാഡ് അടക്കമുള്ള വിശദമായ കോടതി മുറികളിൽ പരിശോധന നടത്തുന്നു. അതിനുശേഷമായിരിക്കും എന്തായാലും 1:30 ശേഷം എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്തായാലും പരിശോധിച്ച ശേഷമായിരിക്കും പോലീസിന് എന്തെങ്കിലും കൃത്യമായൊരു മറുപടി പറയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തെ വിവിധ കോടതികളിൽ ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കും ഇടയിൽ ബോംബ് സ്ഫോടനം നടത്തും എന്ന രീതിയിലായിരുന്നു വ്യാജ ഭീഷണി വന്നത്. എല്ലായിടത്തും പരിശോധനകൾ നടത്തി. തുടർന്ന് ഇത് വ്യാജമായ ഭീഷണിയാണ് എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.